പറഞ്ഞു നിർത്തി. ശരി, അപ്പൊ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഓഫ് സാമ്പിൾ ഓഫ് ഓഫർ എംപ്ലോയ്മെന്റ്. അതായത് ബാക്കി ഓറിയന്റേഷൻ ആൻഡ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന എന്താ പറയാ ആ ഭാഗം സോളിമിസ് എടുത്തല്ലോ അല്ലെ, അത് തീർന്നല്ലോ. പിന്നെ ഇവിടെ തുടങ്ങി നാല് ചാപ്റ്ററും പിന്നെ ഈ ഒരു ടേബിളും ഉണ്ട് തോന്നുന്നു അല്ലെ. ഓക്കെ ടീച്ചർ, നാളെയും അടുത്ത ദിവസം കൊണ്ട് തീർക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുവരെയൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നല്ലോ. ഫ്രൈഡേയില് ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ആൻസർ ഒന്ന് വായിക്കാമോ? ഇല്ലേ, തന്നില്ലേ? ഒരു 10-15 ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട് അല്ലേ? എത്രയാണ് തന്നത്? നിങ്ങൾ തന്നെയാണോ തന്നത്? 17 ക്വസ്റ്റ്യൻ തന്നു. അതല്ലേ 17. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ഒന്ന് വായിക്കാലോ നമുക്ക്. ഒരു 5 ക്വസ്റ്റ്യൻ ഒന്ന് നിഷ വായിച്ചേ. ആകെ ഇത്രയും പേരുള്ളൂ. അപ്പൊ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ വീതം വായിക്കാം. നിഷ സ്റ്റാർട്ട്. Voluntary discipline is a form of dash. Answer self-discipline. ഒരു മിനിറ്റ്, ഏതായിരുന്നു? Voluntary discipline is a form of dash. Voluntary discipline is a form of dash. Okay, self-discipline. കറക്റ്റ് ആണോ നോക്കിയേക്കാം. ബാക്കിയുള്ളവർ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി ഓൾട്ടർനേറ്റ് ആൻസർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ബിക്കോസ് നമുക്ക് അദ്ദേഹം നേരം ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഏതെങ്കിലും രീതിയിൽ തെറ്റിപ്പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാലോ, മനുഷ്യരാണല്ലോ. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ ആണ്. എല്ലാവർക്കും അത് തന്നെയാണോ എഴുതിയിരുന്നേ? അല്ല, ഞാന് ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ, ഇമ്പോസ്ഡ്. ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ കണ്ടോ, അതാണ് ഞാൻ ചോദിച്ചത്. അതപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും തെറ്റായത് നമുക്ക് പഠിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റായത് നമ്മൾ പഠിക്കാൻ പാടില്ല. അപ്പൊ ഏതെങ്കിലും ആരുടെ ആൻസർ ആണ് തെറ്റ് എന്ന് നമുക്ക് ശരിയെന്ന് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ബാക്കിയുള്ളവർ ആൻസർ വായിക്കുമ്പോഴും വോളണ്ടറി ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ ഒബ്ലിഗേറ്ററി എന്ന് എവിടെയാണ് വന്നത്? അതെവിടെയാണ് കേട്ടതല്ലേ കണ്ടത്? ആരാ പറഞ്ഞ ഒബ്ലിഗേറ്ററി എന്ന്? ഒബ്ലിഗേറ്ററി ഒന്ന് തിരുത്തണേ. ഞാനാ പറഞ്ഞത്, പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ തോന്നി. അങ്ങനെയാണ് എനിക്കൊരു ആൻസർ കിട്ടിയത്. ഇപ്പൊ കാണുന്നില്ല. കണ്ടോ മോനെ, പറയാം. നോട്ട് ഞാനിവിടെ എന്താ പറയാ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വോളണ്ടറി ഡിസിപ്ലിനും ഉണ്ട്, ഇമ്പോസ്ഡ് ഡിസിപ്ലിനും ഉണ്ട്. വോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നതിനെയാണ്. മറ്റേ ഇമ്പോസ്ഡ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി ആണ്. നമ്മളത് ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യപ്പെടുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, ഒന്ന് തിരുത്തണേ. ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞത് ശരിയായിരുന്നു. ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്യാം. കാര്യം തന്നെയല്ല, കറക്റ്റ് ചെയ്യൽ മാത്രമല്ല. അപ്പൊ നമ്മൾ അതൊന്നുകൂടി എന്ത് ചെയ്തു, ഉറപ്പിച്ചു പഠിച്ചു. കേട്ടല്ലോ? അപ്പൊ ഇനി തെറ്റിക്കരുത്. യെസ്, അടുത്തത് നിഷ വായിക്കും. കണ്ടിന്യൂ. Arriving late, frequently and habitual actions are examples of dash. Indiscipline or misconduct. Yes, very good. അതെ, അതായത് നേരം വൈകി വരിക, ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുക, ഇതെല്ലാം ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The main aim of domestic inquiry is to dash. Check whether an employee is guilty of his misconduct or not. അതെ, കറക്റ്റ് ആണ്. അതായത് ആള് എന്തെങ്കിലും തരത്തിലുള്ള മിസ്കോണ്ടക്റ്റോ ഗിൽറ്റിയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് കാര്യം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. A primary objective of ensuring employee health is to dash. Free from illness.
A primary objective of ensuring employee health is to dash. ഒരു മിനിറ്റ് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് പ്രൈമറി ഹെൽത്ത് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ആൻസർ എന്താ പറഞ്ഞത്? Free from illness. ഫ്രീ ഫ്രം ഇൽനെസ്. അടുത്തത് ഓക്കെ. An ineffective HR policy and improper system of grievance redressal are potential cause of dash. Indiscipline or misconduct. അതെ, ഇൻഡിസിപ്ലിൻ ഓർ മിസ്കോണ്ടക്ട്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ വായിച്ചല്ലോ നിഷ? വായിച്ചു മിസ്. ഓക്കെ, അടുത്തത് അനു കണ്ടിന്യൂ ചെയ്യാമോ? 6ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങി. അനു. Okay. The need to provide us screens or goggles for eye protection applicable applies to factories with dash. എന്തായിരുന്നു ആൻസർ? Protection of Vices Section 35. എല്ലാവരും കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നേ? ആരെങ്കിലും ഡിഫറെന്റ് ആൻസർ ചെയ്തിട്ടുണ്ടോ? ഗോഗിൾസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള് എല്ലാവർക്കും ഒരു ആൻസർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. Positive discipline can. അല്ല, ഞാൻ എഴുതിയത് സഫീഷ്യന്റ് ആൻഡ് സ്യൂട്ടബിൾ ലൈറ്റിംഗ്. അത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ? നോക്കട്ടെ, ഒരു മിനിറ്റ്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കറക്റ്റ് ചെയ്ത് പോകാം. കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ തെറ്റ് പഠിക്കേണ്ടി വരും. ഗോഗിൾസിന്റെ ഒക്കെ അല്ലേ? പ്രൊട്ടക്ഷൻ കാണാനില്ലല്ലോ. എന്റെ ആൻസർ ഒന്നുകൂടി പറയൂ. ഞാൻ എഴുതിയില്ല, അത് തെറ്റാണ് എഴുതിയത്. എന്താടാ? 16ന്റെ ആൻസർ ഒന്നുകൂടി പറയൂ. ഞാൻ എഴുതിയിട്ടില്ല. ആള് പറഞ്ഞത് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല എന്നാണോ? അല്ല, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ ആൻസർ തെറ്റാണ്. സഫീഷ്യന്റ് ആൻഡ് സ്യൂട്ടബിൾ. ചെയ്തോണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. Ma'am, Section 35. നമുക്കൊന്ന് ടെക്സ്റ്റ് നോക്കാം, അതാണ് നല്ലത്. ഞാൻ എവിടെ ക്വസ്റ്റ്യനിന്റെ കുറച്ച് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതി വെച്ചിട്ട് കാണുന്നില്ല. സെക്ഷൻ 35 നോക്കട്ടെ, ടെക്സ്റ്റിൽ നോക്കാം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മുടെ സമയം കഴിഞ്ഞാ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? The need to provide us screens or goggles for eyes protection applies to factories with dash. ഫാക്ടറീസ് ആക്ട് ചെയ്തതിനകത്താ പറയുന്നത്. ഈ ഗൂഗിൾസും മറ്റു കാര്യങ്ങളൊക്കെ, സ്ക്രീൻസ് ആൻഡ് ഗൂഗിൾസ് ഒക്കെ സെക്ഷൻ 35 ആണ് പറയുന്നത് അല്ലെ? അതെ, പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. അതെന്ത് ഏത് ആക്ട് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണെന്നാണോ ചോദ്യം, അല്ലെങ്കിൽ എന്തിനെ സംബന്ധിച്ചുള്ളതാണെന്നാണോ? The need to make provision for screens and goggles to protect the eyes of workers working in factories. Protection of eyes. Protection of eyes. സെക്ഷൻ ആണ് ചോദിക്കണമെങ്കിൽ സെക്ഷൻ 35 പറയാ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മള് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്ന് വിളിക്കുക കേട്ടാ. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ഐസും ചിലപ്പോ അതിനകത്ത് സെക്ഷൻ 35 എന്നും ചിലപ്പോ മെൻഷൻ ചെയ്യും ആൻസറിലെ ഓപ്ഷൻ ഇടുമ്പോ. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ആണെങ്കിൽ അത് സെക്ഷൻ 35 എന്ന് ഒരുമിച്ച് ചിലപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെക്ഷൻ 35 എന്ന് മാത്രമായിരിക്കും, ചിലപ്പോ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്നായിരിക്കും. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ അനു. Positive discipline can also be called dash discipline. Self-imposed. പോസിറ്റീവ് ഡിസിപ്ലിനെ നമ്മള് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് വിളിക്കും. എനി ആൻസർ? എനി ഓൾട്ടർനേറ്റ് ആൻസർ? ആർക്കെങ്കിലും വേറെ ആൻസർ പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. The final decision on the degrees of punishment for an employee's misconduct is made by. മാം, ഒരു സംശയം ഉണ്ട് അതിൽ. അത്
മാനേജ്മെന്റ് ആണോ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണോ? അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ അത് കറക്റ്റ് മനസ്സിലായി. ഫൈനൽ ഡിസിഷൻ ആരുടേതാണെന്നാണ് ചോദ്യം. അതായത് ഇപ്പൊ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അവർക്ക് ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെ, അവർക്ക് വേണ്ട വെർബൽ വാർണിംഗ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഫൈനൽ ഡിസിഷൻ എന്താ പറയാ പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഇവരുടെ ആ ഒരു മിസ്കണ്ടക്റ്റിന്, ഇൻഡിസിപ്ലിന് ഇവർക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത് ആരാണ് നിശ്ചയിക്കുന്നത്? അത് മാനേജ്മെന്റ് ആണ്, അല്ലെ? അപ്പൊ മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. The Factories Act mandates mandates that fire exit should be dash. Section 36. ഫയർ എക്സിറ്റിനെ കുറിച്ച് എന്തോ പറയണ്ടല്ലോ. ഫാക്ടറീസ് ആക്ട് Section 36. ഫയർ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു every room of the factory must free passage to the fire exit. ആരെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് മിസ്. പറയും. Fire exit should be locked or shut in. Fire exit should be locked or shut in such a manner that can be opened with the slightest effort from the. ഇതാണോ എഴുതിയിരിക്കുന്നത്? അതെ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ വായിച്ചത്? 9. 9ാമത്തെ. ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. That fire exit should be dash. അതെ, നോക്കട്ടെ കേട്ടോ. എന്റെ ആൻസർ ഫാക്ടറീസ് ആക്ട് അത് ആൻസർ ആയിട്ട് വരും. ലോക്ക്ഡ് ആക്കണം, ഷട്ട് ആയിരിക്കണം. പിന്നെയും ചിലപ്പോ ഇതിനകത്ത് വേറെ എന്താണെന്നറിയോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യത, മറ്റേ എന്താ പറയാ ഓപ്ഷൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് വേറെയും. ക്ലിയർലി ഇൻഡിക്കേറ്റഡ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ. അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണല്ലോ. ഫയർ എക്സിറ്റിന്റെ സ്ഥലത്ത് കൃത്യമായിട്ട് ഒരു നോട്ടീസ് പോലെ കൊടുത്തിരിക്കണം. ഇന്ന സ്ഥലത്ത് കൂടി നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയിട്ട് വ്യക്തമാകുന്ന ഭാഷയിൽ അത് എന്ത് ചെയ്തിരിക്കണം? ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെ മാത്രമല്ല ഇൻസൈഡിൽ നിന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ലൈറ്റസ്റ്റ് എഫേർട്ട് ഫ്രം ഇൻസൈഡ് ഓപ്പൺ ചെയ്യാനായിട്ടേ അധികം ഭയങ്കര എഫേർട്ട് ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് തള്ളിയാൽ തുറക്കാൻ പറ്റുന്ന രീതിയിൽ അകത്തുനിന്നൊക്കെ, അകത്ത് പെട്ടുപോയിരിക്കുന്ന ആൾക്കാർ തീപിടുത്തം ഉണ്ടായി കഴിയുമ്പോൾ പുറത്തേക്ക് വരണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും വേണമെങ്കിലൊക്കെ ഓപ്ഷൻസിൽ വരാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഒന്നുകൂടി വായിക്കാണ്ടല്ലോ. A grievance can be feeling of personal injustice that is real or dash. അത് കിട്ടിയില്ല മാം. റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഡിസ്ക്രിമിനേഷൻ ആണോ? ഇനി എത്ര ആൻസർ? ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിയാണോന്ന് അറിയത്തില്ല. ഇമാജിനറി കറക്റ്റ് ആൻസർ ആണ് നിഷ. ഇമാജിനറിയും ആകാം. സെന്റൻസ് അവിടെ തന്നെ കിടക്കുന്ന സെന്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? റിയൽ ഓർ ഇമാജിനറി എന്നുള്ള വേർഡ് തന്നെയാണ് ഐ തിങ്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബിഗിനിങ്ങിലായിരിക്കും, ചാപ്റ്റർ ഏകദേശം തുടങ്ങുന്ന സ്ഥലത്തായിരിക്കണം. ഇമാജിനറി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാമോ? അക്ഷര, അടുത്ത 5 ക്വസ്റ്റ്യൻ വേഗം വായിക്കുമോ? അക്ഷര വേഗം. ബുഷ്ര വായിക്കേ, പേര് വിളിച്ചപ്പോഴേ പോയി. ബുഷ്ര. മിസ്സേ, എനിക്ക് ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. കിട്ടിയത് വായിക്കേ, കിട്ടാത്തത് നമുക്ക് ചോദ്യം വായിക്കുമ്പോ ബാക്കിയുള്ളവർ എഴുതി ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. വായിച്ചോ. അക്കോർഡിംഗ് ടു സെക്ഷൻ, ഞാൻ 13th ക്വസ്റ്റ്യൻ വായിക്കണം. According to section 9C of the Industrial Dispute Act, the total number of members of a grievance redressal committee shall not exceed more than 6. More than 6 ആണ് കറക്റ്റ് ആൻസർ ആണ്. 6 പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയില്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്.
പിന്നെ എനിക്ക് 16 കിട്ടിയത് the state government the power to make rules regarding safety including setting the maximum bearable loan for workers under the provision of section 18. ആണോ? അത് തന്നെയാണോ എഴുതിയേക്കണേ? അല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ വായിച്ചത് പുഷ്പ? അല്ല 16th ക്വസ്റ്റ്യനാ വായിച്ചത്. 13 കഴിഞ്ഞിട്ട് എനിക്ക് 2-3 കിട്ടിയില്ല ലാസ്റ്റത്ത്. ഓക്കെ, ഇപ്പൊ അതും കൂടിയേ കിട്ടിയുള്ളോ? ഇപ്പൊ വായിച്ച ആൻസർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 17 കിട്ടിയിട്ടുണ്ട്. An effective discipline policies can improve the performance of dash employees work. എംപ്ലോയീസ് വർക്ക് ആണോ? ആണോ ആൻസർ? അങ്ങനല്ല എഴുതിയേക്കുന്നത്. ആ, പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്നാ എനിക്ക് കിട്ടിയത്. an effective discipline policy can improve the performance of dash എന്നല്ലേ നമ്മൾ ചോദ്യം തന്നെ? അതെ. അതാണ് ക്വസ്റ്റ്യൻ, അതായിരുന്നു അല്ലെ? പക്ഷെ നമ്മുടെ ആൻസർ can improve the performance of എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിൽ നമുക്ക് വരേണ്ടത് അതല്ലല്ലോ. ആരുടെ പെർഫോമൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും? എംപ്ലോയീസ് വർക്ക്. എംപ്ലോയീസ് വർക്ക് ലോ പെർഫോമേഴ്സ്, അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ ലോ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന്റെ വർക്കിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഡിസിപ്ലിൻ, നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരുന്നതിന്റെ കാര്യം. ഓക്കെ, ലോ പെർഫോമേഴ്സ് അതന്നെ can improve the performance of low performers. Low, LOW. Okay. അടുത്ത ആള് ഒന്ന് വായിക്കാമോ? റേഖ വായിക്കാമോ ക്വസ്റ്റ്യൻ? കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നതിൽ പെട്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ? രജിത, can you read? രജിത. ഇല്ല, നിഷ തന്നെ വായിക്കൂ. ബാക്കി നിഷയ്ക്ക് അവിടെ വാവയുണ്ട്, അപ്പൊ അത് ചിലപ്പോ ആൾക്ക് ചിലപ്പോ പറ്റുണ്ടാവില്ല. വായിക്കാമോ നിഷ? ഓക്കെ മിസ്. വായിക്കും. 11-ാമത്തെയാണേ. 11-ാമത്തെ. A healthy employee is more likely to have a dash. Happy and self-confident. അതെ, കറക്റ്റ് ആണ്. ഹാപ്പി ആൻഡ് സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. അടുത്തത്. The Factories Act provision on excessive weight is designed to prevent a dash. Shift or bear a load beyond his means. Excessive weight is designed to prevent a dash. അത് ശരിക്കും എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് ആ നോട്ടിലൊന്ന് നോക്കാം. എക്സസീവ് വെയിറ്റ് അതേത് സെക്ഷനാടാ പറയാമോ? സെക്ഷൻ 34. സെക്ഷൻ 34. ആൻസർ, കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കട്ടെ. excessive weight not allowed to shift where a load beyond his means that can be cause injury or harm. അതാണ് കേട്ടോ ആൻസർ. അപ്പൊ നോക്കി ആൻസർ ഒന്ന് തിരുത്തണേ. ഇഞ്ചുറി ഓർ ഹാം ടു ദ വർക്കർ എന്നാണ്. കൂടുതൽ വെയിറ്റ് എടുത്താൽ അത് അവർക്ക് ഏതെങ്കിലും തരത്തില് അപകടം ഉണ്ടാകി എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് എക്സസീവ് വർക്ക് വെയിറ്റിനെ കുറിച്ചിട്ട് സെക്ഷൻ 34 കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഫാക്ടറീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും എന്താ പറയാ അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കോസ് ഇഞ്ചുറി ഓർ ഹാം ആണ് കേട്ടോ ടു വർക്കേഴ്സ്. കോസ് ഇഞ്ചുറി ഓർ ഹാം ടു വർക്കേഴ്സ് എന്ന് ഒന്ന് തിരുത്തി എഴുതുക. ക്വസ്റ്റ്യൻ കേട്ടല്ലോ എല്ലാവരും വായിച്ചത്. ആ ക്വസ്റ്റ്യനില് ആൻസർ നമ്മൾ ഇങ്ങനെ എഴുതണം. ഓക്കെ, യെസ്, കണ്ടിന്യൂ നിഷ. അടുത്തത് വായിച്ചത് അത് വായിക്കണം മിസ്. അതല്ല വായിച്ചത് വായിക്കണ്ട. The first step in a progressive discipline policy for a minor misconduct is dash. അതിന്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മള് ഒരു മിസ്കണ്ടക്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ?
ഫസ്റ്റ് സ്റ്റെപ്പ് വാൺ ചെയ്യും. വാൺ ചെയ്യാണോ ചെയ്യണേ? ആദ്യം തന്നെ വാർണിംഗ് ആണ്. കറക്റ്റ് ആൻസർ progressive discipline policy for a minor offense is called B dash. എന്താണെന്നറിയോ? ആദ്യം തന്നെ നോട്ടിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ നോട്ട് കൂടി നോക്കായിരുന്നു. വെർബൽ വാർണിംഗ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. ആണോ നോക്കിയേ? വെർബൽ വാർണിംഗ് ആണ്. അങ്ങനെ തന്നെ വേർഡ് കിടക്കുന്നുണ്ട്. ആ ഒരു ഫ്രേസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ടെക്സ്റ്റില് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. മൈനർ ഒഫൻസുകളൊക്കെയാണ് എങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വെർബൽ വാർണിംഗ് ആണ് കേട്ടോ കൊടുക്കുക. അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. വെർബൽ എന്ന് കൂടി ചേർക്കണം. വാർണിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത് നിഷ. പക്ഷെ അതിന്റെ കൂടെ വെർബൽ വാർണിംഗ് കൂടി ചേർക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. ഞാനിപ്പോ ഞാൻ കണ്ടുപിടിച്ച് ഇവിടെ സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. If a manager knows their actions can be challenged to a grievance procedure, they will likely be more dash in their decisions. Cautious. വെരി ഗുഡ്. കറക്റ്റ് ആണ്. കോഷ്യസ് ആണ്. അവർക്കപ്പോ കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് നേരത്തെ കൂട്ടി ജാഗ്രതയോടെ ഇരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്. The state government has the power to make rules regarding safety, including setting the maximum bearable load for workers under the provisions of dash. Excessive weight. അതെ, എക്സസീവ് വെയിറ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ കുറച്ച് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് വായിച്ചതാ. വായിച്ചത് വായിക്കണ്ട. ഇനിയുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇല്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് തിരുത്താൻ പറ്റി. അത് തിരുത്തി തന്നെ പഠിക്കുക കേട്ടാ. അല്ലെങ്കിൽ ചിലപ്പോ ക്വസ്റ്റ്യനിൽ നമ്മളുടെ മെയിൻ എക്സാമിന് ഒരു ആൻസർ വരുമ്പോ അയ്യോ ഇതല്ലല്ലോ ഞങ്ങൾ അന്ന് അവിടെ പഠിച്ചത്, ഞങ്ങൾ ഈ ആൻസർ ആണല്ലോ ടീച്ചറിനോട് പറഞ്ഞത്, ടീച്ചർ ചിലപ്പോ മിണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൻസർ തെറ്റിപ്പോയാലേ മാർക്ക് പോവും. ഇല്ലേ? മാർക്ക് പോവില്ലേ? വെർബൽ വാർണിംഗ് എവിടെയാണെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നോക്കാം. എഴുതിക്കോട്ടാ. യെസ്, ട്രെയിനിങ്ങും ഉണ്ട്, ടാലന്റും ഉണ്ട്. അത് ഞാൻ നമ്മള് on the job training method is also known as on-the-job training method is also known as on-the-job training method is also known as dash. Also known as dash. Next one. The method where a trainee is trainee, T-R-A-I-N-E-E, trainee is assigned, A-S-S-I-G-N-E-D, assigned to a supervisor, who provides feedback, who provides feedback and suggestions
is called dash. Is called dash. Next one. That's the question. Fifth one. Sorry, that's the question. Which of the job training? Which of which of the job training methods? Which of the job training methods recreates actual work conditions in a classroom setting. In a classroom setting. In a classroom setting. Next one. Development is described as a dash process. Described as a dash process while while training is described as a dash process. Training is described as a dash process. Next one. രണ്ട് ഡാഷ് ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യനില്. അടുത്തത് പെർഫോമൻസ് മാനേജ്മെന്റ് is described as a corporate management tool. Corporate management tool that helps managers dash. Helps managers dash. എത്ര ക്വസ്റ്റ്യൻ ആയി? 5. അഞ്ചെണ്ണം. ഒന്ന് അഞ്ചെണ്ണത്തിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അടുത്ത ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. 5 ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. വേഗം. ഫസ്റ്റത്തെ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഫസ്റ്റത്തേത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. On the job training method is also known as a job instruction training. കിട്ടിയോ നോക്ക് എല്ലാവർക്കും? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണ് കേട്ടോ ആൻസർ. കിട്ടിയില്ലെങ്കിലും എഴുതി വെക്കാം. അടുത്തത് വായിച്ചോ, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ കിട്ടിയോ നോക്ക്. കിട്ടിയ ആർക്കെങ്കിലും വായിക്കാട്ടോ, എന്നിട്ട് ബാക്കി അടുത്തത് 5 തരാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ചിലപ്പോൾ ആൻസർ നമുക്ക് പറയാതെ ഞാൻ പോകേണ്ടി വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The method where a trainee is assigned to a supervisor who provides feedback and suggestions. ഏത് മെത്തേഡാ? നമ്മൾ വായിക്കുന്നുണ്ടോ അത്?
മൂന്നാമത്തെ ആൻസർ കിട്ടി. വിച്ച് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് റീക്രിയേറ്റ് ആക്ച്വൽ വർക്ക് കണ്ടീഷൻ ഇൻ എ ക്ലാസ് റൂം സെറ്റിംഗ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. മൂന്നാമത്തേത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. രണ്ടാമത്തെ ആർക്കും കിട്ടിയില്ല? രണ്ടാമത്തേത് മാം നാലാമത്തെ കിട്ടി. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്. അങ്ങനെയാണോ അതിനകത്ത് കിടക്കുന്നത്? ആ പ്രോസസ്സിൽ വേറെയും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ പ്രോസസ്സായിട്ട്? എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറൻസ് ഒന്നും പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന ആ ടേബിളിനകത്ത് നിന്നാണോ വന്നേക്കണേ? ഞാൻ അതീ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതുകൊണ്ട് വേറൊരു കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതുപോലെ തന്നെ ആക്റ്റീവും എന്താ പറയാ പ്രോ ആക്റ്റീവും റിയാക്റ്റീവ് പ്രോസസ്സും ഉണ്ടോ നോക്കിയേ? രണ്ടും ഉണ്ട്. അതുകൊണ്ട് ജോബ് നോക്കിയത് ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ്. അതന്നെ. അപ്പൊ മാറിപ്പോരുത് കേട്ടോ. അപ്പൊ അതങ്ങനെയാണ്. ആ ഒരു ഓർഡറാണ് തന്നേക്കണം. ഓർഡർ നോക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ താഴെയില്ലേ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഓപ്ഷൻസിൽ എന്താ പറയാ നേരത്തെ പറഞ്ഞതില് ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ജോബ് ഓറിയന്റഡ് എന്നും മറ്റേത് എന്താ പറയാ കരിയർ ഓറിയന്റഡ് എന്നുമാണ് ഇവിടെ വന്നേക്കുന്നത്. ആ ഓപ്ഷന്റെ ആ ഒരു എന്താ പറയാ നമ്പർ അനുസരിച്ച്, അതിന്റെ ക്രമം അനുസരിച്ച്, ഓർഡർ അനുസരിച്ച്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ ആൻസർ അത് തെറ്റാണ്. ഇവിടെ വരുമ്പോ ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോ ആക്റ്റീവ് അല്ലെ? നോക്കിയേ, ഡെവലപ്മെന്റ് പ്രോ ആക്റ്റീവ് പ്രോസസ് അല്ലേ? ഡെവലപ്മെന്റ് പ്രോ ആക്റ്റീവും ട്രെയിനിങ് റിയാക്റ്റീവും ആണ്. ഓക്കെ, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓർഡർ അനുസരിച്ച് ഇപ്പൊ ചിലപ്പോ ഈ ഓർഡർ തെറ്റിച്ചേരും. ട്രെയിനിങ്ങിന്റേതായിട്ട് വരും, ഡെവലപ്മെന്റിന്റേതായിട്ട് തിരിച്ചു മറിച്ചിടും അവര്. Performance management is described as a cooperative managed tool that helps managers observe and analyze the employees' work. അതന്നെ, അത് കറക്റ്റ് ആണ്. അത് എത്രാമത്തെ ആയിരുന്നു? രണ്ടാമത്തെ ആണോ? അഞ്ചാമത്തെ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത്തെയാണ് കിട്ടാത്തത്. രണ്ടാമത്തെ ആൻസർ കോച്ചിങ് ആണ് കേട്ടോ. സൂപ്പർവൈസേഴ്സ് എന്താ പറയാ വെച്ച് നോക്കി ഫീഡ്ബാക്കുകളൊക്കെ മാനേജ്മെന്റിന് കൃത്യമായിട്ടൊക്കെ കൊടുക്കില്ലേ? ആ ഒരു മെത്തേഡ് ട്രെയിനി എന്തൊക്കെ ചെയ്യുന്നു, ട്രെയിനിയുടെ പ്രോഗ്രസ് എങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പർവൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെയൊക്കെ അറിയിക്കുക. അപ്പൊ ആ ഒരു മെത്തേഡിനെ ഇത് വിളിക്കും കോച്ചിങ് എന്നാണ് വിളിക്കുക കേട്ടോ. കോച്ചിങ്. ഓക്കെ, എല്ലാ ആൻസറും ആയോ? ആൻസർ എല്ലാം ആയോ? ഇതുവരെ അഞ്ചെണ്ണത്തിന്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അടുത്ത പറയാൻ പോണേ. Which training method is best suited for training? Which training method is best suited for training a large group of trainees? A large group of trainees at one time. ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനിങ് മെത്തേഡിന്റെ പേര് കേട്ടോ. അതാണ് ചോദ്യം. Which training method is best suited for training a large group of trainees at one time? അടുത്തത് next one. Performance management is defined as a defined as a dash management tool. Performance management is defined as a dash management tool. Okay, third question. ഇപ്പൊ പറയുന്നതിൽ തേർഡ് കേട്ടോ, അല്ലെങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സെൽഫ് ഡെവലപ്മെന്റ് is described as an essential principle
self-development is described as an essential principle in dash. പറഞ്ഞിട്ട് അടുത്തത് the main purpose of training is to improve performance in the dash. While development prepares for the dash. The main purpose of training is to improve performance in the dash, while development prepares for the dash. അതെ, നേരത്തെ പറഞ്ഞ ഒരു 2 ഡാഷുള്ള ക്വസ്റ്റ്യന്റെ കണ്ടല്ലോ നിങ്ങള്. അപ്പൊ അതിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഇങ്ങനത്തെ 2 എണ്ണത്തിന്. കാരണം ക്രമം തെറ്റിച്ച് തരും. ആദ്യത്തെ ഡാഷിൽ ഏത് വരും, രണ്ടാമത്തെ ഡാഷില്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് പറയാം. നേരത്തെ ഓപ്ഷൻ പറഞ്ഞില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പൊ പറയാണേ. ഒന്ന് എഴുതി വെച്ചോ. ഒന്നാമത്തെ ഓപ്ഷൻ എയില് ഫ്യൂച്ചർ പ്രസന്റ്. ആദ്യത്തേലും ഫ്യൂച്ചർ വരും, പിന്നത്തേല് പ്രസന്റ് വരും. ഫ്യൂച്ചർ പ്രസന്റ്. ഓപ്ഷൻ ബിയില് പ്രസന്റ് ഫ്യൂച്ചർ. ഏതാണ് കറക്റ്റ് ആയിട്ട് വരികയെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ആദ്യത്തേത് ഫ്യൂച്ചറും പ്രസന്റും, അടുത്തതില് പ്രസന്റ് ഫ്യൂച്ചർ, അടുത്തതില് ഓപ്ഷൻ സിയില് പാസ്റ്റും പ്രസന്റ്. പാസ്റ്റ് പ്രസന്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ പ്രസന്റ് പാസ്റ്റ്. 4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മൾ ചൂസ് ചെയ്യണം. 2 ഡാഷിലും കൂടി കറക്റ്റ് വരുന്നത്, 2 ഡാഷും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ? നേരത്തെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ടായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഓപ്ഷൻ തന്നത്. നേരത്തെ ഓപ്ഷൻ തന്നില്ല. യെസ്, അടുത്തത് during the implementation of a training program, implementation of training program comma, what is a foremost decision to be made? എന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഐ തിങ്ക് 5 ക്വസ്റ്റ്യൻ ആയില്ലേ? യെസ്, ആൻസർ വേഗം പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പ്ലാനിങ്. മോനെ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് വായിക്കണേ. During the implementation of a training program, what is the foremost decision to be made? Planning. Okay. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ല. Which training method is best suited for training a large group of trainees at one time? ഏതായിരുന്നു ആറാമത്തെ ആൻസർ? lecture method. ലെക്ചർ മെത്തേഡ് ആണ്. കറക്റ്റ് ആണല്ലോ? യെസ്, ലെക്ചർ മെത്തേഡ് ആണ്. ലാർജ് ഗ്രൂപ്പിനെ നമുക്ക് ഒറ്റയടിക്ക് കൂടുതൽ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ലെക്ചർ മെത്തേഡ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടഡ് മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Performance management is defined as a cooperative management. കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ. വെരി ഗുഡ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, കോർപ്പറേറ്റ് കേട്ടോ മൂന്നാമത്തെ ആൻസർ. ഇപ്പൊ ഈ 5 മൂന്നാമത്തെ കോർപ്പറേറ്റ്. എഴുതാത്തവരോ കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ. സുരേത, ക്വസ്റ്റ്യൻ വായിക്കോ? കിട്ടിയില്ല? ഹലോ നിഷ, ക്വസ്റ്റ്യൻ ഇല്ലേ? കിട്ടി വായിക്കാം. ആൻസർ കിട്ടിയില്ല പക്ഷേ. പറഞ്ഞോ. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ഡാഷ്. Essential principle in the whole program of management development. മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ മൊത്തത്തിലുള്ള പ്രോഗ്രാമാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റില് എവിടെയെങ്കിലും അതിന്റെ പോയിന്റ് ഉണ്ടാകും, നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ, കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്ക്, കിട്ടിയോ നോക്ക്. കിട്ടി. The main purpose of training is to improve performance in the present, while development prepares for the future. Yes, correct. B, option B ആണ് കറക്റ്റ് കേട്ടോ. ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങില് ഫ്യൂച്ചറിലെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയല്ല, ഇപ്പോഴത്തെ ഒരു എംപ്ലോയീസ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ നിലവിലുള്ള പെർഫോമൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതാണ് പ്രസന്റ്. ഡെവലപ്മെന്റിന്റേത് എന്താണ്? ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ലാസ്റ്റ് വൺ. നേരത്തെ വായിച്ചിരുന്നു അത്. ലാസ്റ്റത്തെയാണോ വായിച്ചത് നേരത്തെ? അതെ. ഓക്കെ, അതല്ലല്ലോ വായിച്ചത്. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അല്ലേ വായിച്ചത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചോ? വായിച്ചു. അതിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി ഇത് വായിച്ചു. ഡ്യൂറിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം വാട്ട് ഈസ് ദ ഫോർമോസ്റ്റ് ഡിസിഷൻ ടു ബി മെയ്ഡ്? അത് ഫസ്റ്റിലെ വായിച്ചിരുന്നു. ആണോ? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആൻസർ പറയുന്ന കേട്ട് എഴുതി പറഞ്ഞു. ഓക്കെ, അതിന്റെ ആൻസർ എഴുതാം. ആൻസർ ഇതാണ്: വേർ ദ ട്രെയിനിങ് വിൽ ബി കണ്ടക്റ്റഡ്, ഇൻ ഹൗസ് ഓർ ഔട്ട്സൈഡ്. അതാണ്, എവിടെയാണ് നമ്മൾ ട്രെയിനിങ് നടത്തുക, അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഇൻ ഹൗസിലാണോ ഔട്ട്സൈഡിലാണോ കേട്ടോ. അകത്ത് തന്നെ, ഓർഗനൈസേഷനോ അകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കണമോ അല്ലെങ്കിൽ പുറത്തു വെച്ചോ, അതാണ് ആൻസർ. ഏതിക്കോ ആൻസർ ചെയ്താട്ടെ. വേർ ദ ട്രെയിനിങ് വിൽ ബി കണ്ടക്റ്റഡ്, വേർ WHERE, വേർ ദ ട്രെയിനിങ് വിൽ ബി കണ്ടക്റ്റഡ്. അതിന്റെ ബ്രാക്കറ്റിൽ ഇൻ ഹൗസ് ഓർ ഔട്ട്സൈഡ്, ഇൻ ഹൗസ് ഓർ ഔട്ട്സൈഡ് ചോദ്യം വരാം. അപ്പൊ നമ്മള് ഇതിൽ ഏതെങ്കിലും ആൻസർ ആയിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. വേർ ദ ട്രെയിനിങ് ടു ബി കണ്ടക്റ്റഡ് എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഓപ്ഷനിൽ വരാം, അതല്ലെങ്കിൽ ഇൻ ഹൗസ് ഓർ ഔട്ട്സൈഡ് എന്നുള്ളതായിരിക്കാം ഓപ്ഷനിൽ വരിക കേട്ടോ. അപ്പൊ അതാണ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ടാലന്റ് മാനേജ്മെന്റ് ആണ്. വേഗം എഴുതിക്കോ. What is the first step in the talent management process model? What is the first step in the talent management process model? Talent management process model. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, അടുത്തത് enhancing, enhancing the skills, comma, aptitude, APTITUDE, aptitude and proficiency, PROFICIENCY, proficiency of skill, aptitude and proficiency of personnel, 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 to match the MATCH, to match the job profile, occurs
occur, OCCURS occurs during dash stage. During dash stage. ഏത് സ്റ്റേജിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അതിനെ കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് ഉള്ള developing stage. Yes, developing stage ആണ്. Okay. അടുത്ത ക്വസ്റ്റ്യൻ. The talent management life cycle is described as a talent management life cycle is described as a dash. Is described as a dash. അടുത്തത് next one, the plan that ensures employees are formally assessed periodically and compared to established standards. Is the dash plan. Next one. Internal promotions, internal to identify and develop individuals for senior positions is a part of dash. Next one. According to Casio, CASCIO, C capital letter. According to Casio, compensation includes direct cash payments and dash. Direct cash payments and dash. Direct cash payments പിന്നെ എന്തുകൂടി വരും. Okay, answer വേഗം ഒന്ന് പറഞ്ഞേ. Ma'am, what is the first step in the talent management process model? Planning. Correct ആണ്. Okay. Fourth question, the plan that ensures employees are formally assessed periodically and compared to established standards is the dash plan, assessment plan. അതെ, അസസ്മെന്റ് പ്ലാൻ കറക്റ്റ് ആണ്. 1 4 കിട്ടി. Ma'am, according to Casio, compensation includes direct cash payments and indirect payments. Indirect payments like benefits and incentives. അല്ലേ? Indirect payments വരും. Direct cash payments indirect payments വരും. Okay. അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? അനു വായിച്ചത്? Fifth one. Okay. അല്ല, sixth one. Sixth one. 6 ഉണ്ടായിരുന്നു. Okay. ആറാമത്തെ വായിച്ചു. 1 4 6 വായിച്ചു ട്ടാ. ബാക്കി എവിടെ പോയി? 1 2 3 ഒക്കെ എവിടെ? 5ഉം
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല? Ma'am, മൂന്നാമത്തെ talent management is described as human capital management. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് Like human capital management. അങ്ങനെയാണോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടാലന്റ് മാനേജ്മെന്റിനെ? അല്ലല്ലോ. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് കണ്ടിന്യൂസ് പ്രോസസ് എന്നാ തോന്നുന്നത്. അതെ, കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ്, അങ്ങനെയാണ്. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ് ആണ്. ദാറ്റ് ഈസ് ആൻസർ. തിരുത്തണേ. കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ്. അടുത്തത് ആൻസർ വേഗം വായിക്കൂ. Enhancing the skills, aptitude, and proficiency of personnel to match the job profile occurs during dash stage, developing stage. ഡെവലപ്പിംഗ്. അത് വായിച്ചു തോന്നുന്നു. വായിച്ചോ? അത് ഫസ്റ്റില് ഞാൻ പറഞ്ഞു മാം. ക്വസ്റ്റ്യൻ പറയുമ്പോ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ ആൾ വായിച്ചിരുന്നു. ഓക്കെ. Ma'am, the plan that ensures employees are formally assessed periodically and compared to established standards in the assessment plan. വായിച്ചല്ലോ. അതും പറഞ്ഞു, അത് വായിച്ചു. അസസ്മെന്റ് പ്ലാൻ. അഞ്ചാമത്തെ വായിക്കാത്ത ഇന്റേണൽ പ്രൊമോഷൻ. Internal promotions to identify and develop individuals for a part of that. കിട്ടിയില്ലാർക്കും? അഞ്ചാമത്തെ ആർക്ക് കിട്ടിയില്ല? സക്സഷൻ പ്ലാനിങ് ആണ്. സക്സഷൻ പ്ലാനിങ്. SUCCESSION. സക്സഷൻ പ്ലാനിങ്. അതെങ്ങാണ്ടുണ്ടത്, നമ്മൾ വായിച്ചിട്ടുണ്ടത്. Internal promotions to identify. എഴുതി വെക്കാട്ടാ. സക്സഷൻ പ്ലാനിങ് എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? തീർന്നല്ലോ, വായിച്ചില്ലേ? അടുത്ത പറയാണേ. അടുത്ത നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിച്ചിട്ട് ഇരിക്കോട്ടോ. The wage that is, എഴുതി കണ്ടുപിടിച്ച് വെച്ചോ. The wage that is sufficient to meet, that is sufficient to meet the basic needs of a worker. The basic needs of a worker and his family. Basic needs of a worker and his family is called a dash. The wage that is sufficient to meet the basic needs of a worker and his family is called a dash. എന്ത് വേജ് ആണെന്ന് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യാം. അടുത്തത് the net amount of salary. net എന്താ കിഴിക്കലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. The net amount of salary received by an employee after all deductions is called dash. എല്ലാ കുറയ്ക്കലുകളും കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ എന്താ പറയാ എംപ്ലോയിക്ക് കൊടുക്കുന്ന നെറ്റ് സാലറിനെ വിളിക്കുന്ന പേരെന്താണ് കേട്ടോ? after all deductions is called dash. അടുത്തത് a reward paid in addition to wages. അധികമായി കൊടുക്കുന്ന റിവാർഡ്, പ്രതിഫലം. റിവാർഡ് paid in addition to wages to motivate performance. To motivate performance above the standard. Above the standard is called dash. Above the standard is called dash. അടുത്തത്
സിമ്പിൾ ആണ്, കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ തന്നെ അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. The cost of living is an external factor. External, E-X-T-E-R-N-A-L, external factor that is particularly important during periods of dash. ഏത് സമയത്താണെന്ന് എന്താ പറയാ, നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ, ഘടകമായിട്ട് വരുന്നത് കേട്ടോ. ഏതാണത്? ഇൻഫ്ലേഷൻ പീരീഡിലാണ്. റൈസിംഗ് പ്രൈസ് അവിടെ ഉണ്ട്, നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ തന്നെയാണ് ആൻസർ വരിക. അടുത്തത് City compensatory allowance, CCA, bracket ഇടണം. City compensatory allowance, bracket CCA, and house rent allowance, bracket HRA ഇടണം. House rent allowance, HRA, bracket ഇട്ടോ. Are examples of dash. എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. CCAയും HRA. Next one. Stock option scheme. Stock option scheme are typically considered as a type of dash. Stock option എന്ന് പറയുന്നത് is considered as a type of dash in compensation management. Dash in compensation management. ഇതൊക്കെ നേരെ അവിടെ തന്നെ ആൻസർ കിടക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കൂടി അവിടെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ രമ്യ മിസ് കയറുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് കറക്റ്റ് ചെയ്തോളാം. ഏതെങ്കിലും ആൻസർ കിട്ടാതെ വന്നാലേ അത് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അതിന്റെ പരസ്പരമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെയല്ലേ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്തേക്ക്. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും അത് സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തൽക്കാലത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സുമായിട്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് നമ്മളുടെ സ്മാർട്ട് സ്ട്രീമുമായിട്ട് ബന്ധപ്പെടുന്നത് വരെയും നമ്മൾ ഒരു ഇടവേളയിലാണ്. മാത്രമല്ല ഇനിയിപ്പോ നമ്മളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കോൺവെക്കേഷൻ സെറമണി നടത്തും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ആ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വരണം. അവിടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ. ഇത്രയും ദിവസം നമ്മൾ മുഖം കാണാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങളെ മാത്രം നിങ്ങൾ കാണണ്ട, നിങ്ങളുടെ മുഖമൊന്നും കണ്ടില്ല. നിങ്ങൾ അവിടെ ഉണ്ട്, ക്ലാസ്സുകളിൽ ലൈവായിട്ട് ഇരിക്കുന്നുണ്ട്, ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം അതാണെല്ലാം. അപ്പൊ തീർച്ചയായും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇത്രയും ദിവസം ക്ലാസ്സുകൾ ഇട്ടത് അല്ലെ. ഒരു 4 മാസത്തെ കോഴ്സ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒത്തിരി നമുക്ക് തന്നേക്കുള്ള സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ എടുത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലാസ് ഒക്കെ മനോഹരമായിട്ടൊക്കെ നടത്തും. പേടിക്കൊന്നും വേണ്ട. ഇത്ര ഫീസൊക്കെ കുറവാണുമ്പോ അയ്യോ ഫീസൊക്കെ കുറവാണെങ്കിലോ, കുറവായതുകൊണ്ട് ഇത് വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെ, കുറഞ്ഞ പൈസക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് ഒറിജിനലിന് വാല്യൂ കൂടുതലായിരിക്കും എന്ന് വിചാരിച്ച്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരാണല്ലോ, വിചാരിക്കും അങ്ങനെ. അപ്പൊ തീർച്ചയായിട്ടും അതില് കുറവുകൾ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ എന്നെ വിലയിരുത്തി നോക്കുക. നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊണ്ടോ എന്ന് ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങളൊന്നും തന്നെ എന്താ പറയാ ഒരു കംപ്ലൈന്റ് ആയിട്ടോ എന്തെങ്കിലും കുറവുകളായിട്ടോ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച്. അവർക്കും നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ടീച്ചേഴ്സിനെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ലാസ്സുകൾ അവർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെ. ഗിവ് ആൻഡ് ടേക്ക് അല്ലെ, നമ്മൾ കൊടുക്കുക, നമ്മൾ എടുക്കുക. തീർച്ചയായിട്ടും അത് രണ്ടും കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക്
എന്താണ് നാളെ ക്ലാസ് ഒക്കെ ഉണ്ട്. എന്റെ ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഓ മൈ ഗോഡ്, പോവല്ലേ നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. ഞാൻ എന്റെ ക്ലാസ് തീർന്നല്ലോ, ഇനി എനിക്ക് ക്ലാസ് ഇല്ല. നെക്സ്റ്റ് 2 days വൈകിയാണ് കയറിയത് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും. അടുത്ത 2 ക്ലാസ് രമ്യ മിസ്സിന്റേതാണ്. രമ്യ മിസ്സിന്റെ ഒരു ഇത്തിരി പോർഷൻ തീർക്കാനുള്ളതുകൊണ്ട് ഐ തിങ്ക് വെനസ്ഡേയും തേഴ്സ്ഡേയും ടീച്ചർ തന്നെയാണ് കയറുക. തേഴ്സ്ഡേ ആണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഉള്ളത്. പക്ഷെ എനിക്ക് ചിലപ്പോൾ ഇനി കയറാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് വേറെ ക്ലാസ് ഉണ്ടായിരിക്കും. ആ സമയത്ത് ചിലപ്പോ 1:30 നമ്മൾ ഫ്രീ ആവില്ലല്ലോ. പിന്നെ ഇടയിൽ കയറുകയൊന്നുമില്ല. മാത്രമല്ല ഇന്ന് എന്റെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നാളെ ക്ലാസ്സിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. നാളെ ക്ലാസ് ഉണ്ട്, മറ്റന്നാള് ക്ലാസ് ഉണ്ട്, വ്യാഴാഴ്ച വരെ ക്ലാസ് ഉണ്ട്. നേരെ ടൈം ടേബിൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ട് ബിഗിനിങ് വളരെയധികം നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ കോഴ്സുമായിട്ട് നമുക്ക് സ്മാർട്ട് സ്ട്രീമായിട്ട് ഇങ്ങനെ എന്താ പറയാ ബന്ധപ്പെട്ടിരിക്കുക. സ്മാർട്ട് സ്ട്രീമില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്, മോണ്ടിസോറി ടീച്ചേഴ്സ് കോഴ്സ് ഉണ്ട്. പഠിക്കുന്നത് ഒരിക്കലും ഒന്നിനും എന്താ പറയാ ഒരു കുറവല്ല, അല്ല എന്താ പറയാ അധികപ്പറ്റല്ല. എന്ത് നമ്മൾ ഏത് കാര്യം പഠിക്കുന്നത് അത് നമ്മളുടെ ഡെവലപ്മെന്റ് ആണ്, പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്, വ്യക്തിപരമായ വളർച്ചയ്ക്ക് കാരണമാകും. ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ എയിമാണ്. തീർച്ചയായിട്ടും ഒരു പഠിക്കുന്നത് എനിക്ക് ഇന്ന ജോലി കിട്ടാനാണ് ഞാൻ പഠിക്കുന്നത്, പക്ഷെ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും ഈ ജോലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത് എന്ന ലക്ഷ്യം മാത്രം ഉണ്ടാകുന്നത്. ഇത് എനിക്ക് എന്റെ രീതിയിൽ എനിക്ക് വ്യക്തിപരമായ വളർച്ച, എന്റെ നോളജ് അല്ലെ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എനിക്ക് ഡെവലപ്പ് ചെയ്യും. എന്റെ ഒരു സൊസൈറ്റിയിൽ സമൂഹത്തില് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുന്ന വ്യക്തിയാണ് എന്നത് എനിക്ക്. സോ അതുകൂടി നമ്മുടെ എയിമായിരിക്കും. ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം പഠിക്കുമ്പോൾ ഇന്നത് മാത്രമേ ആ ഒരു കോഴ്സ് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, അത് വെച്ചിട്ടുള്ള ജോലി. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും എല്ലാവരും നമ്മൾ പഠിച്ച കാര്യമാണോ നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മൾ ചിന്തിക്കേ അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോ ഞാൻ പഠിച്ച ജോലി എന്താ പറയാ പഠിച്ച ആ ഒരു ഇതിൽ വന്നിരിക്കുന്ന കാര്യമായിരിക്കില്ല ഞാനിപ്പോ ചെയ്യുന്ന ജോലി. അതുപോലെ ഒരുപാട് പേര് അങ്ങനെ ജോലി ചെയ്യുന്നു. ഏത് വഴിക്കാണ് നമ്മുടെ എന്താ പറയാ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു കരിയർ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചു, അതില് നമുക്കൊരു HR മാനേജേഴ്സ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യാനായിരിക്കാം. ചിലപ്പോ നമുക്കത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ നമ്മൾ വേറെ കോഴ്സ് പഠിച്ചു, ചിലപ്പോ അതുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് അതിൽ ജോലിക്ക് വിളിക്കാം. അപ്പൊ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ഉള്ളത് നമുക്ക് അറിയില്ല. അത് അറിയായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെ. അപ്പൊ ആ വരയൊക്കെ പുള്ളിക്കാരൻ തവണ വിട്ടപ്പോ നമ്മൾക്കൊരു വരയൊക്കെ വരച്ചു വിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ടിലും ഫോർ എവറിത്തിങ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ലവ് യു ഓൾ ആൻഡ് സി യു ടിൽ വി മെറ്റ് അറ്റ് കോൺവൊക്കേഷൻ സെറിമണി. അവിടെ കാണുമ്പോൾ നമുക്ക് കാണാം. ചിലപ്പോൾ ക്ലാസ്സിൽ വരില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. അപ്പൊ ഈ പറയുന്നത് വരുമ്പോ കാണാത്ത പോലെ ഇതാരാണാവോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ നിൽക്കരുത് കേട്ടോ. നമ്മളെയൊക്കെ ചിലപ്പോ ഈ കോട്ടിട്ട് ഇരിക്കുമ്പോ വേറെ രൂപത്തിൽ വരും. ഇനി കോട്ടില്ലാണ്ട് നമ്മൾ അവിടെ കാണുന്നത് ചിലപ്പോ നമ്മളുടെ ഒരു ഡ്രസ്സിങ് ഇതൊക്കെ ഉണ്ടല്ലോ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ ചിലപ്പോ നമ്മള് വല്ല സാരിയെ കുത്തിട്ടൊക്കെ നിങ്ങൾ കാണാണ്ടാവുമല്ലോ നമ്മുടെ എന്താ പറയാ ഐ ടു മിസ് യു ആൾ നമ്മുടെ എന്താ പറയാ കോൺവൊക്കേഷൻ സെറിമണിയുടെ വീഡിയോസ് നിങ്ങൾ കാണണ്ടല്ലോ അല്ലെ. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഒരു എന്താ പറയാ അക്കാഡമിക്കിന്റെ രീതിയിലാണ് നമ്മൾ വന്നിരുന്നത് ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ അവിടെ വരുമ്പോ ഈ ഒരു ടീച്ചർ കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ ആളിച്ചിരി വേറെ ഡ്രസ്സിങ്ങിലേ വരുള്ളൂ എന്നുള്ളൂ. എന്തായാലും എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ മറക്കില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്നോട് പറയുന്നതാണല്ലോ. ഞാൻ തന്നെ എന്നെ സ്വന്തം പറയുന്നതല്ല, എല്ലാ കുട്ടികളും പറയാറുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ ടീച്ചറെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ എവിടെയോ എന്തോ ഒരു ചെറിയ സൗണ്ട് നമ്മളെന്തെങ്കിലും പറയുമല്ലോ, ആ സൗണ്ട് കേട്ടപ്പോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയെന്ന് പിള്ളേർ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓടി വന്ന് നിങ്ങള് ടീച്ചറെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് കാത്തു ഞങ്ങൾ ഇരിക്കും ഇവിടെ അവിടെ നമ്മുടെ കോൺവൊക്കേഷൻ സെറിമണിയില്. അപ്പൊ വരണം എല്ലാവരും. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ തന്നെ ഒന്ന് വാങ്ങിക്കുക കേട്ടോ. എല്ലാവരെയും കാണണമെന്നുണ്ട്. നിങ്ങളുടെ ആരും മുഖം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരെയും കാണണം. കാണുന്നത് വരെ നമ്മള് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു ബന്ധം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഏത് പഠിക്കുന്നതല്ല അല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയില്ലായെങ്കിലും നമ്മുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അറിയുന്ന രീതിയിൽ ഞാൻ അതാരോടെങ്കിലും ചോദിച്ച് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. സോ വേണമെങ്കിൽ എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത്, ഇത് ആദ്യത്തെ ക്ലാസ്സിൽ തരേണ്ടതല്ല ടീച്ചർ എന്ത് പണിയാ ചെയ്തേ എന്ന് ചോദിക്കരുത്. ബിക്കോസ് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ വൺ ഓഫ് അവർ റൂൾ ആണ് നമ്മൾ ടീച്ചേഴ്സിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല ബിഗിനിങ്ങിൽ തന്നെ. കാരണം ആരെയും കൊടുക്കാറില്ല. ഇനി കൊടുക്കുന്നതുണ്ടെങ്കിൽ അത് എന്റേതായിരിക്കും. അത് എന്താ പറയാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നതാണ്. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്ത് വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിലുമാണ്. നമ്പറിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ നേരിട്ട് കാണുകയാണ് ഫോണിൽ കൂടി വിളിക്കുന്നതിനേക്കാൾ. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മൾ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ നമ്പർ തരുന്നത്. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 8943571669. Once again 8943571669. പേര് മറന്നിട്ടില്ലല്ലോ നിഷ? പേര് മറന്നില്ലല്ലോ? നമ്മുടെ രണ്ടുപേരുടെ പേര് ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിഷാനെ ഓർക്കുമ്പോഴേക്കും എന്നെ ഓർക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിയാണല്ലോ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് അതില് ഒപ്പം എന്നെ കൂടി ചേർക്കുക കേട്ടാ. ഓക്കെ, സോ സി യു ബൈ. എല്ലാവരും നന്നായിട്ടിരിക്കുക, നന്നായി പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷ കൊടുക്കുക കേട്ടാ. നമുക്ക് പിന്നെ താങ്ക് യു, ലവ് യു.